ജയിച്ചവരുടേത് മാത്രമല്ല തോറ്റവരുടെയും ഒപ്പം തോൽക്കാൻ മനസ്സില്ലാത്തവരുടേത് കൂടിയാണ് ഈ ലോകം. ചമ്പലിൽ നിന്നും വരുന്ന ഒരു ചെറുപ്പക്കാരൻ തോക്കിന് പകരം കയ്യിൽ പേന എടുത്താലോ? ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന UPSCയുടെ സിവിൽ സർവീസ് പരീക്ഷ സംവിധാനത്തിലേക്ക് നിശ്ചയദാർഢ്യവും സ്വപ്നവും മാത്രം കൈമുതലായി ആദ്യം ഗ്വാളിയോറിലും പിന്നെ ഡൽഹിയിലെ മുഖർജി നഗറിലും എത്തിപ്പെടുന്ന മനോജ് ശർമ്മ എന്ന ചെറുപ്പക്കാരൻ. ഒരു സർക്കാർ ജോലി ലഭിക്കാൻ വീട് വിട്ടിറങ്ങിയ യാത്രയിൽ മുത്തശ്ശി നൽകിയ പണമടങ്ങിയ ബാഗ് നഷ്ടപ്പെട്ട് ഗതികെട്ട് വിശപ്പിനും ജീവിതത്തിനും മുന്നിൽ പകച്ചുപോയ ഒരു പാവം മനുഷ്യൻ. ഫീൽ ഗുഡ് മൂവി എന്നോ മോട്ടിവേഷൻ സിനിമയെന്നോ ബയോപിക് എന്നോ എന്തു പേരിട്ട് വിളിച്ചാലും കോടിക്കണക്കിന് ഇന്ത്യൻ യുവത്വത്തിന് 12th ഫെയിൽ എന്ന ഈ ചിത്രം പ്രചോദനമാകുമെന്ന കാര്യം ഉറപ്പാണ്. ചമ്പൽ താഴ്വരയിലെ ബിൽഗാവ് ഗ്രാമത്തിലെ മനോജ് കുമാർ ശർമ്മ എന്ന സാധാരണക്കാരനായ യുവാവിന്റെ കഥയാണ് 12th ഫെയിൽ. അധ്യാപകർ മുൻകൈയെടുത്ത് കോപ്പിയടിക്കാൻ പ്രേരിപ്പിച്ച് വിദ്യാർത്ഥികളെ ജയിപ്പിച്ചെടുക്കുന്ന മധ്യപ്രദേശിലെ സ്കൂളുകളിലൊന്നിൽ പുതുതായി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടലിനെ തുടർന്ന് ഒരു വർഷം കോപ്പിയടി നടക്കാതെ പോകുന്നു. തുടർന്ന് ആ വർഷം എല്ലാ കുട്ടികളും 12ാം ക്ലാസ്സിൽ തോൽക്കുന്നു. പക്ഷേ അടുത്ത വർഷം വീണ്ടും കൂട്ടത്തോടെ കോപ്പിയടിച്ച് എല്ലാ കുട്ടികളും ഫസ്റ്റ് ക്ലാസ്സിൽ ജയിക്കുമ്പോൾ കോപ്പിയടി ഇല്ലാതെ 3rd ക്ലാസ്സിൽ പാസ്സാകുന്ന മനോജ് ശർമ്മ എന്ന യുവാവ് അഴിമതിക്കെതിരെ കുടുംബത്തിന്റെ പിന്തുണയോടെ വ്യവസ്ഥയെ വെല്ലുവിളിച്ച് നടത്തുന്ന സമരമായും ഈ സിനിമയെ കാണാം. ഒരിക്കലല്ല പലവട്ടമാണ് കടുത്ത ജീവിത യാഥാർത്ഥ്യങ്ങൾ സ്വപ്നത്തിനുമേൽ കരിന്തിരി കത്തി അയാൾ വീണുപോകുന്നത്. പാതി വഴിയിൽ പ്രതീക്ഷകളുടെ വർണ്ണപ്പട്ടം ചരട് പൊട്ടി പോകുമ്പോഴൊക്കെ ചേർത്ത് പിടിക്കാൻ പ്രണയിനിയും സൗഹൃദവും എല്ലാത്തിനും മുകളിൽ ആത്മവിശ്വാസവും മാത്രമായിരുന്നു അയാൾക്ക് കൂട്ട്. എന്നാൽ നിലനിൽപ്പിനും ഭക്ഷണത്തിനും പുസ്തകത്തിനും വേണ്ടി ആ യുവാവ് നടത്തുന്ന സമാനതകളില്ലാത്ത പോരാട്ടമാണ് 12th ഫെയിലിനെ അടയാളപ്പെടുത്തുന്നത്.